ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോൾ കിഫ്ബി എന്ന സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ അതിൽ നിന്നും ഒരു നേട്ടവും സംസ്ഥാന സർക്കാരിന് അന്ന് ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു കാര്യം. എല്ലാ സാമ്പത്തിക വർഷത്തിലും ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് CAG ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ കിഫ്ബി സർക്കാരിനൊരു തലവേദനയാണ്, ഒരു ബാധ്യതയാണ് എന്ന് പറയുമായിരുന്നു. കിഫ്ബിയെ അടച്ചുപൂട്ടണം, അത് കിഫ്ബി എത്രത്തോളം സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഇരിക്കുന്നു അത് അത്രത്തോളം സർക്കാരിനൊരു വലിയൊരു ബാധ്യതയായി വരുമെന്ന് CAG തന്നെ പറയുന്നുണ്ട്. കൂടാതെ കിഫ്ബിയെ വെച്ചുകൊണ്ട് പിണറായി സർക്കാർ വലിയ രീതിയിൽ കടങ്ങളൊക്കെ എടുത്തതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായി തന്നെ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട കടങ്ങളെല്ലാം തന്നെ ആ പരിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് കടങ്ങൾ, അതായത് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ പലതരത്തിൽ പിണറായി സർക്കാരും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഒരു ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി ഒരു ലാഭവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ വലിയ വികസന പദ്ധതികൾക്കായി കിഫ്ബി വൻ തുക കടം വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പലിശയും മുതലും തിരിച്ചടയ്ക്കുക എന്നത് സർക്കാരിനും കിഫ്ബിക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. പെട്രോൾ സെസ്, മോട്ടോർ വാഹന നികുതിയുടെ വിഹിതം, കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള വരുമാനം എന്നിവയാണ് കിഫ്ബിയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. എന്നിരുന്നാലും ഈ വരുമാനം കൊണ്ട് മാത്രം വായ്പാ തിരിച്ചടവ് പൂർണ്ണമായി നടത്താൻ സാധിക്കുമോ എന്നതിൽ ആശങ്കയും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധരുടെ വിമർശനങ്ങളുമുണ്ട്. പലതരത്തിലും കിഫ്ബി സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കിഫ്ബിയിലെ മസാല ബോണ്ട് വിവാദം EDയുടെ അന്വേഷണ പരിധിയിലാണ്. നിലവിൽ കിഫ്ബിയിൽ ഒന്ന് പിടിമുറുക്കാനാണ് VD സതീശൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്രവർത്തനത്തിലും ധനസമാഹാര രീതിയിലും ഒരു വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നീക്കം. വരുമാനമുള്ള പദ്ധതികളിലേക്ക് മാറും. കൂടാതെ കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം ചേരും. കിഫ്ബി പ്രവർത്തനം എങ്ങനെ മാറ്റണമെന്ന് വിദഗ്ധ സമിതിയെ കൊണ്ട് പഠിപ്പിക്കും. കൂടാതെ ധവളപത്രം തയ്യാറാക്കുന്ന സമിതി പരിശോധിക്കാനാണ് കൂടുതൽ സാധ്യത. മുഖ്യമന്ത്രി അധ്യക്ഷനും ധനമന്ത്രി ഉപാധ്യക്ഷനുമായി ഡയറക്ടർ ബോർഡ് ഉണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷം പ്രവർത്തിച്ചതുപോലെ കിഫ്ബി സ്വതന്ത്രമായി വിടില്ല. ധനവകുപ്പിന്റെ പിടിയിലായിരിക്കും കിഫ്ബി. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്ക് കിഫ്ബി ധനസമാഹരണം മാറുന്നതിൽ UDF സർക്കാരിന് യോജിപ്പില്ല. കിഫ്ബി കടം സംസ്ഥാന സർക്കാരിന് ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്. വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ മാത്രം നടപ്പിലാക്കുക എന്നതിലേക്ക് മാറുക എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ആലോചന. കഴിഞ്ഞ ദിവസം ബോർഡ് യോഗം ചേർന്നെങ്കിലും പുതിയ പദ്ധതികൾ അംഗീകാരം എടുക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല. അടുത്ത 5 വർഷം 16,600 കോടിയാണ് കിഫ്ബി കടം തിരിച്ചടക്കേണ്ടത്. കിഫ്ബി പണം LDF സർക്കാരിന്റെ പരസ്യത്തിന് ഉപയോഗിച്ചതിനെതിരെ കടുത്ത വിമർശനമാണ് അന്ന് UDF ഉയർത്തിയത്. ജീവനക്കാർക്ക് വൻ തുക അലവൻസ് നൽകുന്നുവെന്ന് UDF സർക്കാർ വിലയിരുത്തലുണ്ടായിരുന്നു. അലവൻസ് വെട്ടിക്കുറയ്ക്കാനും സാധ്യത ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.